നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രീണനത്തിന്റെ മുഖംമൂടി അണിഞ്ഞവർ, കപട മതേതരത്വത്തിന്റെ മുഖംമൂടി അണിഞ്ഞവർ, കാണാതെ പോയ അല്ലെങ്കിൽ കണ്ടിട്ടും വലിയ പ്രാധാന്യത്തോടെ പറയാതെ പോയ ചില ഞെട്ടിക്കുന്ന വാർത്തകളാണ് ലോകമെമ്പാടും നിന്നും ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ലീപ്പർ സെല്ലുകൾ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നടത്തിയ ചില ഭീകര പ്രവർത്തനങ്ങളാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം റഷ്യയിലെ ഡഗസ്റ്റാനിൽ നടന്ന ഭീകരാക്രമണത്തിൽ 20ഓളം പേർ കൊല്ലപ്പെടുകയും ഒപ്പം തന്നെ ക്രൈസ്തവ പള്ളികൾക്ക് നേരെ, സിനഗോഗിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. അതിദാരുണമായ ഒരു സംഭവം എന്ന് പറയുന്നത് 66 വയസ്സുള്ള ഒരു ക്രൈസ്തവ ഓർത്തഡോക്സ് പുരോഹിതനെ പള്ളിക്കുള്ളിൽ വെച്ച് കഴുത്തറുത്തു കൊന്ന ഒരു ഭീകര വാർത്തയാണ്. ഗാസയിലെ ഒരു ഹമാസ് ഭീകരന് ഒരു ജലദോഷ പനി വന്നാൽ ആൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മത്സരിക്കുന്ന ഇവിടുത്തെ പല മാധ്യമങ്ങളും പ്രീണന രാഷ്ട്രീയക്കാരും എന്തുകൊണ്ടാണ് ഒരു വൈദികനെ ക്രൂരമായി കഴുത്തറുത്തു കൊന്ന വാർത്ത മനഃപൂർവ്വം തമസ്കരിച്ചത്? ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറൈസാൻ പ്രൊവിൻസ് അവരുടെ വോയിസ് ഓഫ് ഖൊറൈസാൻ എന്ന് പറയുന്ന അവരുടെ മാഗസിനിൽ വന്ന ചില ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഇന്ത്യയിലെ ഹൈന്ദവർക്ക് നേരെയും ക്രൈസ്തവർക്ക് നേരെയും അതിഭീകരമായിട്ടുള്ള രീതിയിൽ കലാപം നടത്തുവാൻ, അവരെ കൊലപ്പെടുത്തുവാനുള്ള ഒരു ആഹ്വാനം, അതും ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ പ്രീണന രാഷ്ട്രീയക്കാരും മറച്ചുവെച്ചു. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ യൂറോപ്പിലുടനീളം നടക്കുന്ന ഈ കത്തിയാക്രമണങ്ങൾ, സ്ലീപ്പർ സെല്ലുകൾ നടത്തുന്ന ഒറ്റപ്പെട്ട പല ആക്രമണങ്ങളും, ഇതൊക്കെ നൽകുന്ന ഒരു സൂചന എന്താണ്? നമുക്കറിയാവുന്ന കേരളത്തിലെ മുൻ DGP ഒക്കെ മുന്നറിയിപ്പ് നൽകിയതാണ്. കേരളത്തിൽ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നത്. ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. IS ആഹ്വാനം, സ്ലീപ്പർ സെല്ലുകൾ ഉണരുമോ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ അമൽ സിറിയക്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ റഷ്യയിൽ നടന്ന ഒരു ആക്രമണം തന്നെ നമുക്ക് എടുക്കാം. ഒരു 66 വയസ്സുള്ള നിക്കോളെ എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് പുരോഹിതൻ, അദ്ദേഹത്തെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് പള്ളിക്കുള്ളിൽ വെച്ചാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് ഫ്രാൻസിൽ ജാക്കസ് ഹാമൽ എന്ന് പറയുന്ന പുരോഹിതനെ കൊലപ്പെടുത്തിയത്. ഈ വാർത്തയ്ക്ക് ശേഷം, ഈ റഷ്യയിലെ ഭീകരാക്രമണ വാർത്തയ്ക്ക് ശേഷം, ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറൈസാൻ പ്രൊവിൻസ്, അത് വളരെയധികം വളരെ വാർത്താ പ്രാധാന്യത്തോടെ നാം പറയേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിനേക്കാൾ അതിഭീകരമായിട്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ഈ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം 3ഓളം ആക്രമണങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവരുടെ സ്ലീപ്പർ സെല്ലുകൾ നടത്തിയത്. ഈ റഷ്യയുടെ ആക്രമണവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ അവർ പറഞ്ഞൊരു അവകാശവാദം എന്ന് പറയുന്നത്, ആ മേഖലയിലെ, പ്രത്യേകിച്ച് ഡഗസ്റ്റാൻ മേഖലയിലെ തങ്ങളുടെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം എന്ന ഒരു വാക്കാണ് അവർ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇത്രയും അത് കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകളൊക്കെ ആക്റ്റീവ് ആണ് എന്ന് മുൻ DGP ഒക്കെ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. പല അന്വേഷണ ഏജൻസികളും കേരളത്തിൽ വന്ന് ഭീകരവാദികളെ പൊക്കിക്കൊണ്ടു പോകുന്ന ഒരു കാര്യവും നമുക്കറിയാം. ഇത്രത്തോളം ഭീകരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ചുറ്റിലും നടക്കുമ്പോൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിലൊക്കെ നടക്കുമ്പോൾ, എന്തുകൊണ്ടാണ് അത് ഇവിടെ കേരളത്തിൽ അത് പ്രാധാന്യത്തോടെ ഒരു ചർച്ചയാകാതെ പോകുന്നത്? മറ്റു പല വിഷയങ്ങളും അത്തരം വാർത്തകളെ, ചർച്ചയാകേണ്ട വാർത്തകളെ, നമ്മൾ ജാഗ്രത പാലിക്കേണ്ട വാർത്തകളെ എന്തുകൊണ്ട് തമസ്കരിക്കപ്പെട്ടു പോകുന്നു? ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ. ജോളി, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ലോകക്രമത്തിൽ പൊതുവില് ഒരു അസമാധാനത്തിന്റെയും ആക്രമണത്തിന്റെയും പാതയിലേക്ക് സാവധാനം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം നമുക്ക്, ഒരു നേർക്കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥിതിയിലേക്കാണ് ലോകം കടന്നു പോകുന്നത്. അതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് അവിടെ ഇവിടെ നടക്കുന്നതല്ല, മറിച്ച് കരുതിക്കൂട്ടിയുള്ള ഒരു ലോകക്രമം അത്തരത്തിൽ സൃഷ്ടിക്കുകയും അത്തരത്തിലുള്ള ഒരു ലോക അസമാധാനം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഒന്നിക്കുകയാണ്.
അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂടെ ചേരുന്ന ഇപ്പോ 100-300 വർഷം മുമ്പ് തുടങ്ങിയ ഈ പറയുന്ന ഇല്ലുമിനാറ്റിയുടേതും ഫ്രീമേസന്റെയും അതുപോലുള്ള സംഭവങ്ങൾ ഒരു വശത്ത്, പൊളിറ്റിക്കൽ ഇസ്ലാം നിരീശ്വര പ്രസ്ഥാനങ്ങൾ ഒരു വശത്ത്, ഇവരെല്ലാം കൈകോർത്തുകൊണ്ട് ലോകത്തിൽ ഉയർന്നു വരുന്ന വലിയ ഒരു തിന്മയുടെ സ്വാധീനം അല്ലെങ്കിൽ തിന്മയുടെ ആക്രമണങ്ങൾ കാണാതിരിക്കാൻ കഴിയില്ല. അപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ മാത്രം ഇറങ്ങുന്ന സംഭവം അല്ല, ലോകവ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രത്യേക ദുരന്തമാണ്. ഇതിനെ പലപ്പോഴും തീവ്രവാദികളെയും ഭീകരവാദികളും ഒക്കെ പോരാളികളെയും രക്തസാക്ഷികളും എന്ന പരിവേഷം ചാർത്തി അതിനെ ഉയർത്തി കാണിക്കാൻ ചില രാഷ്ട്രീയ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ പോലും അതിനുവേണ്ടി മെനക്കെടുന്നു എന്നുള്ളത് അതിന്റെ പിന്നാമ്പറങ്ങൾ നമ്മൾ അന്വേഷിച്ചു പോകേണ്ടത് തന്നെയാണ്. അപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഈ ജൂൺ മാസം 24-ാം തീയതി 20ഓളം മരണങ്ങൾ നടന്നു. മാർച്ച് മാസത്തിൽ മോസ്കോയിൽ 150ഓളം മരണങ്ങൾ നടന്നു. ഈ കഴിഞ്ഞ ദിവസം രാജസ്ഥാനില് 2 പള്ളികള്, അതുപോലെ 2 ഓർത്തഡോക്സ് ചർച്ചുകൾ, അതുപോലെ സിനഗോഗ ആക്രമിച്ച് 15 പേര് കൊല്ലപ്പെട്ടു. മെൽബണിൽ ഒരു ടീനേജർ കാണിച്ച സംഭവം നമുക്കറിയാം, അദ്ദേഹത്തോട് സംഭവിച്ചത്. വൈദികനെ കഴുത്തറക്കുന്നു, അതുപോലെ തന്നെ ഒരു ബിഷപ്പിനെ കത്തിക്ക് കുത്തി ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് നൈജീരിയയില് ക്രിസ്ത്യൻ സമൂഹം നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവര് ക്രിസ്ത്യാനിയായ ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പേരിൽ കൊല ചെയ്യപ്പെടുന്നു. ഇതിനെ ഒന്നും ലോകത്ത് ചർച്ചയാകുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒട്ടും ചർച്ചയാകുന്നില്ല എന്നത് എനിക്ക് അതിശയമുണ്ടാക്കുന്ന കാര്യമാണ്. അതേ സമയത്ത് പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുത്തോളൂ, ഗാസയുടെ വിഷയങ്ങൾ എടുത്തോളൂ, അവിടെ കുട്ടികളും സ്ത്രീകളും മരിക്കുന്നു എന്ന് പറഞ്ഞാണ് എപ്പോഴും പ്രചരണം. മറ്റ് സ്ഥലങ്ങളിലൊന്നും കുട്ടികളും സ്ത്രീകളും ഇല്ലേ? ഇവിടെ മാത്രം ഇത്തരത്തിലൊരു പ്രചരണം അഴിച്ചുവിടുകയും മറ്റു സ്ഥലങ്ങളിൽ ഇതുപോലെ നിഷ്കരണം കൊല്ലപ്പെടുന്ന ആളുകളെ കാണാതെ പോവുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് നമുക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? തത്വസംഹിതകളാണോ? സമ്പത്താണോ? നമ്മൾ അതിശയിച്ചു പോകും. എന്താണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? കലാപ ആഹ്വാനങ്ങൾ നടത്തുന്ന സംഭവങ്ങളെ അപലപിക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഞാൻ ഒരു മതത്തിന്റെ പേരിലാണ് ഈ കലാപാഹ്വാനങ്ങൾ. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച ഖുറാസ് എന്ന് പറയുന്ന മാസികയില്, വോയിസ് ഓഫ് ഖുറാസ് എന്ന് പറയുന്ന മാസികയില് ഒരു അഫ്ഗാനിലെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ഖുറാസ് എന്ന് പറയുന്ന, അവിടെ ഇറക്കുന്ന അതിന്റെ ഒരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലക്കത്തിൽ കണ്ടൊരു സംഭവമാണ് താങ്കൾ സൂചിപ്പിച്ചത് ഞാൻ മനസ്സിലാകും. കലാപാഹ്വാനമാണ് അതിനകത്ത് നഗ്നമായിട്ട് ഇന്ത്യക്കെതിരെ വരെ കലാപാഹ്വാനമാണ് ഞാൻ അതിൽ കാണാൻ കഴിയുന്നത്. അപ്പോ ബഹുദൈവ വിശ്വാസികളെ മുഴുവൻ കാൽപ്പിച്ചു കൊല്ലുക, അല്ലെങ്കിൽ കത്തി ചൂത്തിക്കൊല്ലുക, അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ തകർക്കുക, വീടും വാഹനവും വസ്തുക്കളും ഒക്കെ കത്തിച്ച് ചാമ്പലാക്കുക, അതുപോലെ തന്നെ ആൾക്കൂട്ടങ്ങൾ കൂടിയിരിക്കുന്ന ബസ് സ്റ്റാൻഡിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലും സമ്മേളന നഗരികളിലും ഒക്കെ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാക്കി അപകീർത്തി വരുത്തുക, ക്രിസ്തു വിശ്വാസികളുടെയും രക്തം കൊണ്ട് വഴിയോരങ്ങൾ മുഴുവനും അല്ലെങ്കിൽ റോഡുകൾ മുഴുവൻ നിറയത്തൊക്കെ വെച്ച് കൊള്ളുക, ട്രക്കിടിച്ചു കൊല്ലുക, ക്രിസ്ത്യൻസിനെയൊക്കെ രക്തം കൊണ്ട് റോഡ് നിറയ്ക്കുക എന്നൊക്കെ പറഞ്ഞുള്ള ആഹ്വാനങ്ങൾ, കലാപാഹ്വാനങ്ങൾ നടക്കുമ്പോൾ ആരാണ് ഇവിടെ അതിനെതിരെ പറയുന്നത്? ഒരു ഗാസയിലോ അല്ലെങ്കിൽ ഒരു പാലസ്തീൻ പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ 10 മടങ്ങ് 100 കണക്കിന് ഇരട്ടി ഗൗരവമായ ദുരന്തങ്ങൾ ആവർത്തിക്കുകയും അതുപോലെ ദുരന്തങ്ങൾക്ക് വേണ്ടിയും കലാപത്തിന് വേണ്ടിയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അതൊക്കെ കണ്ണടച്ച് ഒഴിവാക്കി വിടുന്ന ഒരു വലിയ അനീതി നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ലോകക്രമത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ലോകക്രമത്തില് തിന്മയെ സ്വാധീനിക്കാൻ, തിന്മയെ സഹായിക്കാൻ, അല്ലെങ്കിൽ തിന്മയുടെ പ്രവർത്തനങ്ങളെ കണ്ണടച്ച് കണ്ടിൽ നടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പോലും നിലനിൽക്കുന്നു. ഇനി അതിനപ്പുറത്തേക്ക് കടന്നാൽ ഏതൊരു മതവിശ്വാസത്തിന്റെ പേരിലാണോ ഈ കലാപാഹ്വാനം നടത്തുന്നത്, ആ മതവിശ്വാസികൾ പോലും ഇത്തരം തിന്മയെ തള്ളിപ്പറയുന്നതായി കാണുന്നില്ല എന്നുള്ളത് നമ്മൾ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ആ മതത്തെയും മതവിശ്വാസത്തെയും അപകീർത്തിപ്പെടുത്തുന്നതായിരിക്കണമല്ലോ തീർച്ചയായിട്ടും അത്. അങ്ങനെയാണെങ്കിൽ അവർ തന്നെ അതിനെ ഡിസോൺ ചെയ്യണം, അവർ തന്നെ അതിനെ എതിർക്കണം. നമ്മളത് കാണാൻ കഴിയുന്നില്ല. എവിടെയാണ് പിശക്? അത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ വാസ്തവത്തില് താലിബാൻ തീവ്രവാദികള് അത്രമാത്രം ഇതൊന്നും തീവ്രവാദം ഞാൻ വിളിക്കില്ല, ഇതൊക്കെ ഭീകരവാദമാണ്. തീവ്രവാദം എന്ന് പറഞ്ഞാൽ കുഴപ്പമായിരുന്നു, ഇതൊക്കെ ഭീകരവാദം. ഈ ഭീകരവാദങ്ങളെ അടിച്ചമർത്താൻ യുനെസ്കോയിൽ ഒരു പ്രമേയം വരാറുണ്ടോ? നമ്മൾ ആലോചിക്കണം. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്നു.
ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്നു. നമ്മൾ ഇതിനെതിരെയാണ് ശബ്ദിക്കുന്നത്. ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഇങ്ങനെ രാജ്യത്തിനെതിരെ വരുന്ന ദുരന്തങ്ങളെ തുറന്നു കാണിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യണം. പാർലമെന്റിലായാലും നിയമസഭയിലായാലും ചർച്ച ചെയ്യണം, പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്കിടണം. അത്തരത്തിലുള്ള ആളുകളെ രാഷ്ട്രീയക്കാരാണെങ്കിലും മത നേതാക്കളാണെങ്കിലും തള്ളി പറയണം. അങ്ങനെ ഒരു സംസ്കാരം എന്തുകൊണ്ടാണ് നമുക്കില്ലാത്തത്? അപ്പൊ അതിന്റെ പിന്നിൽ മറ്റെന്തോ ഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അതാണ് അവിടുത്തെ ഒരു ദുരന്തമായിട്ടാണ് വിശേഷിക്കുന്നത്. അങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും ആക്രമണങ്ങളും ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ലോകക്രമം സംജാതമായിക്കൊണ്ട് ലോകത്തിൽ കൂടുതൽ കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ, ലോകത്തിൽ കൂടുതൽ കൂടുതൽ ദുരന്തങ്ങൾ അരങ്ങേറുന്ന വിധത്തിൽ, വലിയ കലാപങ്ങളാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ലോകക്രമത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം. മറ്റ് ഇന്ത്യക്ക് ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് UN അപലപിക്കുന്നു, രാജ്യങ്ങൾ അപലപിക്കുന്നു, പോലീസുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഷേഴ്സ് എടുക്കുന്നു. ഇപ്പൊ താങ്കൾ ചോദിച്ചത് സ്ലീപ്പർ സെല്ലുകളുടെ കാര്യം. സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ അങ്ങനെയുള്ള സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്താനോ അതിനെ കണ്ടെയ്ൻ ചെയ്യാനോ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് പിന്നെ ആരും ചർച്ച ചെയ്യുന്നില്ല, പറയുന്നില്ല, മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പൊ ഭരണാധികാരികളെ എവിടെ ചിത്തി നിൽക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത് പറഞ്ഞത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ളവരെ പേടിപ്പെടുത്താൻ പറഞ്ഞതാണോ? അല്ലല്ലോ. മറിച്ച് ഇവിടുത്തെ DGP ആയിരിക്കുന്ന 2 പേരാണ് ഇത് പറഞ്ഞത്. ഒന്ന് സെൻകുമാറാണ്, അത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. അത് രണ്ടാമത് പറഞ്ഞത് ബെഹ്റയാണ്. ഈ 2 പേരും ഇത് പറഞ്ഞിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുകയും ജേക്കബ് പൊന്നൂസും സമാനമായിട്ടുള്ള ഒരു ആശങ്ക ഉന്നയിച്ചിരുന്നു അല്ലെ? ജേക്കബ് പൊന്നൂസും സമാനമായിട്ടുള്ള ഒരു ആശങ്ക പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത തലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾക്ക് പോലും ഇവിടെ തമസ്കരിക്കപ്പെടുന്നു. ഇനി അവർ പറഞ്ഞത് തെറ്റാണെങ്കിൽ അവർക്ക് അതിനെതിരെ നടപടി വരുന്നില്ല, അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിനെതിരെ അന്വേഷണം വരുന്നില്ല. അപ്പൊ ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ? ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, ഈ ഭരണ സംവിധാനങ്ങളുടെ ആരെയാണ് ഭയക്കുന്നത്? ഇത് കേവലം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പ്രീണനമാണോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ്. കാരണം ഇതൊക്കെ ഒരു ഗൂഢ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ കൈകോർത്തുകൊണ്ട് ലോകത്തിൽ അസമാധാനവും അസ്വസ്ഥയും ഉണ്ടാക്കാനുള്ള നീക്കം നടത്തുന്നതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അതിനെ നിഷേധിക്കാൻ കഴിയും. അതൊക്കെ വലിയ ദുരന്തമായിരുന്നു. ഫാദർ സ്കോട്ട് സ്ലീബ, നമുക്ക് ഈ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഒരു പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഈ വർഷങ്ങൾക്ക് മുമ്പ്, ഇന്ത്യയുടെയൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ്, ഈ 1921 ആ ഒരു കാലഘട്ടത്തിൽ ഈ ഖലീഫയുമായി ബന്ധപ്പെട്ട് ഒരു ഏകീകരണം, ഇത്തരത്തിലുള്ള ഒരു ഏകീകരണം അല്ലെങ്കിൽ ഈ ഇസ്ലാമിക ലോകത്തിന്റെ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു അനുഭാവപൂർണമായിട്ടുള്ള ഒരു ചിന്ത അതിലേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ട ഒരു ചരിത്രം നമുക്കറിയാം. പിന്നീട് ഈ ഖിലാഫത്ത് മൂവ്മെന്റ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണോ അല്ലയോ എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിലേക്ക് നാം പോകുന്നില്ല. പിന്നീടുള്ള പല കാര്യങ്ങളും ഇസ്ലാമിക ഭീകരവാദവുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുമ്പോൾ ഒരു കോർ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ഫോക്കൽ പോയിന്റ് പലപ്പോഴും ഇക്കൂട്ടർ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു 2024 ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവർ ഉയർത്തി കാണിക്കുന്നത് ഈ ഗാസ ഉയർത്തി കാണിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള ഈ ഇസ്ലാമിക തീവ്രവാദികളെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രവണത, അതിന്റെ പല അലയൊലികൾ ഗാസ എന്ന പേരിൽ അല്ലെങ്കിൽ ഐക്യദാർഢ്യം എന്ന പേരിൽ, ഈ പാലസ്തീൻ എന്ന പേരിലൊക്കെ നമ്മുടെ നാടുകളിലും നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാവുന്നതുപോലെ ഈ ശ്രുതി ഒവൈസി, ഈ ഹൈദരാബാദിൽ നിന്നുള്ള MP, അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ സത്യപ്രതിജ്ഞ ചടങ്ങിൽ, അതായത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റിൽ നടത്തിയ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടത് എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളാണ്. അവരുടെ പ്രതിനിധിയായിട്ട് അധികാരമേൽക്കുന്ന ആ ഒരു ചടങ്ങിൽ അദ്ദേഹം വിളിച്ച മുദ്രാവാക്യങ്ങൾ, ഈ ജയ് പാലസ്തീൻ, അവിടെ ജയ് ഹിന്ദ് വിളിക്കാൻ അദ്ദേഹം മറന്നുപോയി എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഗാസ മറയാക്കിക്കൊണ്ട് ഒരു ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു ഏകീകരണം അത് ലോകമെമ്പാടും നടക്കുന്നില്ലേ? അത് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്ത് തന്നെയല്ലേ വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ നമുക്കറിയാം, ഈ ഗാസ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാകയുമായിട്ടൊക്കെ ഇവർ തെരുവിലിറങ്ങുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ ഗാസ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രൊപ്പഗണ്ടയ്ക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട തന്നെയില്ലേ ഫാദർ സ്കോട്ട് സ്ലീബ? തീർച്ചയായിട്ടും ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ ഒരു മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഗാസ എന്നവരെ മുൻനിർത്തിക്കൊണ്ട് ലോകം മുഴുവനുള്ള മുസ്ലിം വിശ്വാസികളുടെ ഇടയിലേക്ക് അവർ ബോധപൂർവം അവരുടെ അജണ്ട ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല 100 മുസ്ലിം സമുദായത്തിലെ 100 സഹോദരങ്ങളെ എടുത്തു കഴിഞ്ഞാൽ
അതിലെ മുഴുവൻ ആളുകളും അത്തരത്തിൽ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ തീവ്രചിന്തയോടുകൂടെ തീവ്രവാദ മനോഭാവത്തോടെ പ്രതികരിക്കുന്നവരാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ അങ്ങനെ വളരെ മൈനോറിറ്റി ആയിട്ട് ചിന്തിക്കുന്ന ആളുകളിലേക്ക് ഇത്തരം ആവേശോജ്വലമായ കുറെ കാര്യങ്ങളെ ഇതൊക്കെ വലിയ സംഭവമാണ്, ഗാസയിൽ ഇന്ന് വലിയ ഒരു പ്രതിരോധത്തിന്റെ മുഖമായിട്ട് ഗാസ ലോകത്തിന് മുമ്പിൽ എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് ഒരു മുസ്ലിം രാഷ്ട്രം അല്ലെ IS പോലെയുള്ള സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം രൂപമെടുക്കുവാനായിട്ട് അവർ വല്ലാണ്ട് ശ്രമിക്കുന്നുണ്ട് എന്നതിന് യാതൊരു സംശയമില്ല. അതിന്റെയൊക്കെ തെളിവായിരിക്കണം നമുക്ക് മറ്റൊരു ഒരർത്ഥത്തിൽ ചിന്തിച്ചു നോക്കിയാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി പറയുകയാണ് മലപ്പുറം ഒരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കൊക്കെ ചിന്തകൾ വരും. മലപ്പുറം എന്ന് പറയുന്നത് എങ്ങനെ ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ ഒന്നും മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. വളരെ വർഷങ്ങൾ കൊണ്ട് കേരളം എന്ന് പറയുന്ന സംസ്ഥാനവും ഇന്ത്യ മഹാരാജ്യവും ഭിന്നിപ്പിന്റെയും മുറിച്ച് മാറ്റപ്പെട്ടതിന്റെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിലൂടെ ആയിരിക്കുമ്പോഴാണ് വീണ്ടും പറയുന്നത് മലപ്പുറം ഒരു സംസ്ഥാനമാക്കണം എന്നുള്ളത്. അതേ ഒരു മലബാർ കേന്ദ്രീകരിച്ച ഒരു സംസ്ഥാനമാകണം എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അത് എത്രമാത്രം ഇവരുടെയൊക്കെ മനസ്സ് ഇടുങ്ങിയ മനോഭാവത്തോടുകൂടെ മുൻപോട്ട് പോകുന്നതിന് തെളിവാണ്. അതിന്റെ മറ്റൊരു തെളിവ് കൂടെ ആയിരിക്കണം ഇന്ന് പാലസ്തീന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ പിറന്ന നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു നാടാണ് ഭാരതം. ജനനി ജന്മഭൂമി സ്വർഗാതപ ഗരിയസ്തി, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് അത് ഏത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതായിക്കൊള്ളട്ടെ, സത്യത്തിൽ ആ വാക്കുകൾക്ക് അർത്ഥമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിന് നടുവിൽ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ മുഴങ്ങി കേൾക്കുകയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ ജയ് പാലസ്റ്റൈൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരും ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പാലസ്റ്റൈൻ എന്ന് പറയുമ്പോൾ പാലസ്റ്റൈനിലെ പാവപ്പെട്ട ആളുകൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പാലസ്റ്റൈന്റെ പ്രശ്നങ്ങൾ നമ്മൾ ആരും മറന്നുപോയിട്ടല്ല. പക്ഷേ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ മുഖം മറച്ചു പിടിച്ചുകൊണ്ട് പാലസ്തീൻ വലിയ സംഭവമാക്കി മാറ്റുന്നതിനെ കുറിച്ചാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. ആ ഒരു ഏകീകൃത മനോഭാവം ലോകം മുഴുവനും കൊണ്ടുവരുവാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് നമ്മളൊക്കെ ഒരു ചിത്രം കണ്ടതാണ്. ഇറ്റലിയുടെ അല്ലെങ്കിൽ റോമിന്റെ നെഞ്ചത്ത് ഒരു പതാക കുത്തിയിറക്കിക്കൊണ്ട് സമാധാനം മുഴുവൻ തകർത്തുന്ന രീതിയിലേക്ക് ഒരു ചുവർ ചിത്രം മറ്റ് പല പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ വീഡിയോയിൽ അത്തരം ഒരു ചിത്രം തൂങ്ങിക്കിടക്കുന്നു എന്ന് കാണുമ്പോൾ അസമത്വത്തിലൂടെയും അസമാധാനത്തിലൂടെയും ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ ആവേശം പകരുവാനായിട്ട് ചില കാര്യങ്ങളെ അവർ എടുത്തു കാട്ടുന്നു എന്നുള്ളതാണ് സത്യം. ആ എടുത്തു കാട്ടാൻ അവർക്ക് ഇന്ന് ഏറ്റവും നല്ലത് ഈ ഗാസയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ നവമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എല്ലാവരും ഗാസയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല? മലാലയ്ക്ക് വേണ്ടി സംസാരിച്ച ഒരു സമൂഹം എന്തുകൊണ്ട് പാകിസ്ഥാനി മരിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി ഇതുവരെ സംസാരിച്ച് കണ്ടിട്ടില്ല? പാകിസ്ഥാനിൽ പീഡ അനുഭവിക്കുന്ന ജൈനന്മാരും പാഴ്സികളെയും ഹിന്ദുക്കളെയും കുറിച്ച് എന്തുകൊണ്ട് ഈ ലോകത്തിന്റെ ഒരു മാധ്യമങ്ങളും സംസാരിക്കുന്നില്ല? ഇന്ന് ലോകത്തിന്റെ വിവിധയിടങ്ങളിലെ ഇസ്ലാമിക ഭീകരവാദം കൊണ്ട് പ്രശ്ന കലുഷിതമായിരിക്കുന്ന രാജ്യങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളും നമ്മുടെ പത്രമാധ്യമങ്ങളും നമ്മുടെ ചാനലുകളും ചർച്ചയാകുന്നില്ല? ഏതാണ്ട് ഒരു 34 ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിൽ ഒരു യുവാവിനെ ആളുകൾ മർദ്ദിച്ചു വന്നു. അതിന്റെ വാർത്ത മനോരമ വന്നിരിക്കുന്നത് മുസ്ലിം യുവാവിനെ ജനസമൂഹത്തിന് മധ്യത്തിൽ മർദ്ദിച്ചു കൊന്നു. എന്ത് കാരണത്താൽ കൊന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ആ ഒരു തലം മാറുന്നത്. എന്തുകൊണ്ട് അവിടെ ഈ മുസ്ലിം എന്ന് പറയുന്ന ഒരു പദം അവിടെ ഉപയോഗിക്കുന്നു മനോരമ എന്ന് പറയുന്ന മാധ്യമ പേപ്പറിലൂടെ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ലോകം മുഴുവനും ഇസ്ലാമിക സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നവരാണ്. അവരെന്തോ വലിയ ഒരു പ്രതിസന്ധിയുടെ നാടിലൂടെ കടന്നു. ലോകത്തെ 7 ക്രിസ്ത്യൻസിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാള് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഏഷ്യയിലെ 5 ക്രിസ്ത്യാനികളെ എടുത്താൽ അതിൽ ഒരാൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ലോകം മുഴുവനും ഇന്ന് മൈനോറിറ്റിയിൽ കാറ്റഗറിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ചൊന്നും ആർക്കും ചർച്ചയല്ല. ഈ ഇസ്ലാമിക ഭീകരവാദത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർ ലോകം മുഴുവനും ശരീര നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരണം. ലോകം മുഴുവനും മുസ്ലിം രാഷ്ട്രമായി മാറണം. അതിനെ ഏത് വിധേനയും അവർ ഉപയോഗിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ഫാദർ സ്കോട്ട് സ്ലീവ. ഇവർ ഈ ഗാസ എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ ഈ OIC ജയ് പാലസ്തീൻ വിളിച്ചതിന് അയാൾ പറഞ്ഞ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഒപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്കുള്ള ഒരു ഐക്യദാർഢ്യം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഗാസേനെയും ഇവർ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ഒരു സിമ്പിളായിട്ട് ഉയർത്തി കാണിക്കുന്നു. ഈ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനതയോട് ഇവർക്കൊരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഇവർ മനഃപൂർവ്വം തമസ്കരിക്കുന്നു എന്ന്
നാം പറയേണ്ടിയിരിക്കുന്നു. ചൈനയിൽ ഈ റോഹിംഗ്യൻ മുസ്ലിംസ് നേരിടുന്ന വിഷയങ്ങൾ, ഈ സൗദിയിലും ഒക്കെ നമുക്കറിയാം, ഈ യമനിലും ഒക്കെ അവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ, അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുസ്ലിം വിഭാഗങ്ങൾ നേരിടുന്ന ചില ദുരിതങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇവരുടെ ഓൾ ഐസ് പോകുന്നില്ല. പക്ഷേ ഗാസയിലേക്ക് മാത്രം ഇവരുടെ ഈ ഓൾ ഐസ് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. മാത്രമല്ല, ഈ ഗാസ പറയുമ്പോൾ ഈ ഗാസയുടെ ദുരിതത്തിന്റെ യഥാർത്ഥ കാരണം ഹമാസ് ആണ് എന്ന ചരിത്ര വസ്തുത ഇവർ തമസ്കരിക്കുന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ ഗാസയുടെ വികസനത്തിന് വേണ്ടി മുസ്ലിം രാജ്യങ്ങൾ നടത്തുന്ന ഫണ്ടിങ് ഇതൊക്കെ പോകുന്നത് ഈ ഹമാസ് ഭീകര നേതാക്കളുടെ പോക്കറ്റിലാണ്. അവർ ഇവിടെ മണിമാളികൾ പണിത് ഖത്തറിലും ഗൾഫ് രാജ്യങ്ങളിലും സുഖത്തോടെ ജീവിക്കുന്നു. പക്ഷെ അവിടുത്തെ സാധാരണ ജനങ്ങൾ അവിടെ പട്ടിണിയും പരിഭവവും ഒക്കെ ആയിട്ട് കഴിയുന്നു. അപ്പൊ അതുകൂടി എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നമ്മളൊന്ന് മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയെടുക്കാൻ, എർദോഗനെ പോലുള്ള തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇസ്രായേലിനെതിരെ സകല മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ, അപ്പൊ സത്യത്തിൽ ഇസ്രായേലിനെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട്, ലോകഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ നവസൃഷ്ടിക്ക് വേണ്ടി ഇവരെല്ലാം വെമ്പൽ കൊള്ളുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ചെറുത്തുനിൽപ്പിന്റെ രാജ്യം ഇസ്ലാമിക ഭീകരതയ്ക്കെതിരായിട്ട് ലോക സമാധാനത്തിന് വേണ്ടിയാണെങ്കിലും ഏത് കാര്യങ്ങൾക്കാണെങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമില്ലെങ്കിൽ ഈ ലോകത്തിന്റെ സമസ്ത മേഖലകളിലും ഒരു മാറ്റം ഉണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല. കാരണം ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയമുണ്ട്. അവർ ഉയർത്തിപ്പിടിക്കുന്ന ആ ആശയത്തെ അവർ ചെറുത്തു നിൽക്കാനായിട്ട് അവർക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ഈ ഒരു തീവ്രവാദത്തിന്റെ ഒരു മറവ് കൂടെ അവർ സൃഷ്ടിച്ചെടുക്കുന്നത്. തീവ്രവാദം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെയാണ് അവരിന്ന് സംസാരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ തള്ളിപ്പറയാനായിട്ട് അവർ സന്നദ്ധമാകുന്നില്ല? ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ തള്ളിക്കളയുവാനായിട്ട് ലോകം മുഴുവനുള്ള മുസ്ലിം സമുദായങ്ങൾ, ലോകം മുഴുവനുള്ള മുസ്ലിം നേതാക്കൾ തയ്യാറാകണം. ഗാസ ഒരു മുഖംമൂടി മാത്രമാണ് ഇസ്ലാമിക ഭീകരതയെ മറയ്ക്കുവാനും ആ മറവിലൂടെ ഇസ്ലാമിക ഭീകരത ലോകം മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് സത്യത്തിൽ ഇന്ന് സംഭവിക്കുന്നത്. വ്യക്തമാണ്. ശ്രീ അമൽ ശ്രീഖ്, നമ്മൾ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറൈസാൻ പ്രൊവിൻസിന്റെ ഈ വോയിസ് ഓഫ് ഖൊറൈസാൻ, അതിൽ വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന ചില ആഹ്വാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ, ഭാരതത്തിനെതിരെ, ഭാരതത്തിലെ ഭരണ നേതൃത്വങ്ങൾക്കെതിരെ, എടുത്തു പറയേണ്ടത് ഭാരതത്തിലെ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും നേരെ. പക്ഷേ അത് ഇറങ്ങിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 2-3 ആഴ്ചയോളമായി അത്തരത്തിലുള്ളൊരു ആഹ്വാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയം ഈ മാഗസിനിലൂടെ പുറത്തിറങ്ങിയിട്ട്. അതിലെ എല്ലാ കാര്യങ്ങളും അതേപടി ഒരു പബ്ലിക് മീഡിയയിലൂടെ പറയാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം വിഷലിപ്തമാണ്, അത്രത്തോളം ഭയാനകമാണ് അതിലെ ആശയങ്ങൾ. പക്ഷേ എങ്കിൽ പോലും ഇവിടുത്തെ ജനങ്ങൾ പുലർത്തേണ്ട ഒരു ജാഗ്രതയെ പറ്റി ഇവിടുത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ ഒന്ന് അവബോധരാകേണ്ടതല്ലേ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പ്രീണനത്തിന്റെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു വേർഷന്റെ ഒരു അനന്തര ഫലമാണോ കേരളത്തിലെ ഇതര മതസ്ഥരായിട്ടുള്ള ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് ഇത്തരം ഭീഷണികളിലൂടെ ഈ പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ ഇവിടെ വാർത്തയാകാതെ പോകുന്നതിലൂടെ, ഒപ്പം തന്നെ നമുക്കറിയാം മറ്റു തരത്തിലുള്ള ഈ ഫിസിക്കലായിട്ടുള്ള ഒരു അറ്റാക്ക് മാത്രമല്ല ഈ ഭീകരവാദികളുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. സമസ്ത മേഖലകളിലും അവർ നടത്തുന്ന നീതി നിഷേധങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളായിട്ട് ബന്ധപ്പെട്ട്, രാഷ്ട്രീയ മേഖലയിലെ തമസ്കരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ ഈ ഒരു പ്രീണനത്തിന്റെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു വേർഷന് കേരളം വേദിയായിക്കൊണ്ടിരിക്കുകയാണോ ശ്രീ അമൽ ശ്രീഖ്? ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം പ്രീണന നയങ്ങളിലൂടെ കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളുടെ ചരിത്രം അതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് കാണാം. മാത്രമല്ല, ഇന്ന് തുറന്നു തന്നെ രാഷ്ട്രീയക്കാരും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും അവരുടെ നിലപാടുകളിലൂടെ തന്നെ ഈ പ്രീണനത്തിന് ചൂട്ടുപിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച വോയിസ് ഓഫ് ഖൊറാസാൻ എന്ന് പറഞ്ഞ ആ ഒരു മാസികയുടെ ഒരു കവർ പേജ് ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അതായത് ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ഈ ഒരു ഡിബേറ്റ് കാണുന്ന എല്ലാവർക്കും വേണ്ടി. കാരണം ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളതാണോ അതോ ഇതൊക്കെ ചുമ്മാ പടച്ചു വിടുന്ന വാർത്തകളാണോ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, അതൊക്കെ ആരുടെയൊക്കെ അജണ്ടകളിൽ പടച്ചു വിടുന്ന സാധനങ്ങളാണ് എന്ന രീതിയിലേക്കുള്ള ചിന്തകളൊക്കെയാണ് ഇവിടെ ഉയരുന്നത്. ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നേരത്തെ നമ്മുടെ ചാക്കോ സാറ് സൂചിപ്പിക്കുകയും ചെയ്തായിരുന്നു. അതിനകത്ത് 34-ാമത്തെ പേജില് കൃത്യമായിട്ട് 34-ാമത്തെ പേജില് ഞാൻ ആ പേജ് ഉൾപ്പെടെ തന്നെ അത് കാണിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. 34-ാമത്തെ പേജില് കൃത്യമായി തന്നെ അതിനകത്ത് ഒരു ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് വാക്കുകളാണ്. ഇന്ത്യൻ പൊളിറ്റിക്സ്, അതായത് നമ്മുടെ ബഹുദൈവ വിശ്വാസികളെ അവിടെ കാർ ഉപയോഗിച്ച് അവരെ ഇടിക്കണമെന്നും അതോടൊപ്പം തന്നെ കട്ട് ദ സ്റ്റൊമക്സ് വിത്ത് നൈഫ്സ്, അതായത് കത്തി കൊണ്ട് അവരുടെ വയർ കുത്തി കീറണമെന്നും
burn temples, houses, cars, property, and crops, target crowded places, and show them that എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇസ്ലാമിക കാര്യങ്ങൾ നിലനിർത്തണമെന്നുള്ള രീതിയിലേക്കുള്ള സംസാരമാണ് ഇതിനകത്ത് വരുന്നത്, എഴുതി വെച്ചിരിക്കുന്നതിനകത്ത്. അപ്പൊ കൃത്യമായ വീടുകളും അവരുടെ കൃഷിയിടങ്ങളും ഒക്കെ കത്തിച്ചാമ്പലാക്കുക, അവരെയൊക്കെ കൊല്ലുക, വയറ് കുത്തി കീറുക എന്നൊക്കെ തുടങ്ങിയ വരികളൊക്കെയാണ് ഈ ഒരു മാഗസിനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ മാഗസിൻ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ പ്രൊവിൻസ് എന്ന് പറഞ്ഞ ISKP എന്ന് പറഞ്ഞ ഒരു അഫ്ഗാനിസ്ഥാൻ ആ ഒരു മേഖലയിൽ നിന്ന് ഉത്ഭവിച്ചാന്ന് തോന്നുന്നു. അത് ഇന്ന് സെൻട്രൽ ഏഷ്യ മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീവ്ര ഇസ്ലാമിക ഒരു സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ്. അത് കൃത്യമായും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തന്നെ ഒരു പിൻബലത്തോടുകൂടെ തന്നെ വളരുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ്. ഈ സംഘടനയാണ് കഴിഞ്ഞ ഇടയ്ക്ക് നമുക്കറിയാം റഷ്യയിലെ മോസ്കോയിൽ 150 പേരോളം കൊല്ലപ്പെട്ട ഒരു പ്രശ്നത്തില് അവരാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ഇവിടെ റഷ്യയില് അവിടെ ഏകദേശം 21 പേരോളം ഇപ്പം കൊല്ലപ്പെട്ടു. അതിനകത്ത് ഒരു വൈദികന്റെ കഴുത്തറത്ത ആ ഒരു വിഷയത്തില് എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ നിശബ്ദമായിരിക്കുന്നത് എന്നുള്ളത് വളരെ പേടിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ്. ഞാൻ എന്ത് ചെയ്യുന്ന പറയാൻ, ഞാൻ അന്ന് ആ TV കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാതെ വന്നപ്പോൾ ഞാൻ തന്നെ വാട്സപ്പിൽ കുറെ മാധ്യമ റിപ്പോർട്ടേഴ്സിന്, അതായത് മനോരമയുടെ ആകട്ടെ മാതൃഭൂമിയുടെ ആകട്ടെ തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ടേഴ്സിന് ഞാൻ വാട്സപ്പിൽ തന്നെ ഈ മെസ്സേജുകൾ വിട്ടു. അതായത് അന്താരാഷ്ട്ര ചാനലുകളും അതോടൊപ്പം തന്നെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഈ വാർത്ത ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടും ഒരു മാധ്യമങ്ങൾ പോലും അതിനകത്ത് റിപ്പോർട്ട് ചെയ്തില്ല, ഒരു ചർച്ചകൾ വെച്ചില്ല, ഒരു സംസാരം ഉണ്ടായില്ല. അതേസമയം നമുക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെയുള്ള ഈ രൂപതാ പ്രശ്നം, അതായത് നമ്മുടെ ഈ ഏകീകൃത കുർബാനയുടെ വിഷയം ഒക്കെ അന്നത്തെ ദിവസം വലിയ ചർച്ചയായിരുന്നു ഇവിടെ കേരളത്തിൽ. അപ്പൊ ഇവിടെ ഈ ഒരു അന്താരാഷ്ട്ര ഒരു ഭീകരാക്രമണം നടന്നു, അവിടെ പള്ളികൾ ആക്രമിച്ചു, 2 പള്ളികൾ അവിടെ ആക്രമിക്കപ്പെട്ടു, അവിടെ തീ കത്തി ജ്വലിക്കുന്ന ആ ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ അന്ന് തന്നെ വരുന്നുമില്ലെന്നുള്ളത് ഭയങ്കര വിചിത്രമായിട്ട് തോന്നേണ്ട ഒരു വസ്തുത തന്നെയാണ്. അത് ഇന്ന് ചോദ്യം ചെയ്തില്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യാനുള്ള ശബ്ദം പോലും ഈ സമൂഹത്തിൽ ഇല്ലാതായി തീരും എന്നുള്ളത് മറ്റൊരു വസ്തുത തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് കാണണം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം, ഈ മാഗസിനൊക്കെ സാധിക്കുമെങ്കിൽ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുന്നതൊക്കെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ആ മാഗസിനിൽ പറഞ്ഞിരിക്കുന്ന ഇതുപോലെയുള്ള ആക്രമണങ്ങളെ പറ്റി മുൻപ് നമുക്ക് സൂചന കിട്ടിയിട്ടുള്ളതാണ്. അതായത് സൂചന കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഇവിടെ നമ്മൾ പേടിക്കേണ്ട ഒരു വസ്തുത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും ചിലപ്പം കണ്ടു കാണുമായിരിക്കും ഈ ഒരു വീഡിയോ. എന്തായാലും ഒരിക്കൽ കൂടെ ഞാൻ പ്ലേ ചെയ്യുവാണ്, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം ഈ വ്യക്തി ആരാണ് എന്താണെന്നുള്ള കാര്യം. നമ്മുടെ ക്രൈസ്തവ സഭയുടെ ഒരു സ്ഥാപനത്തിൽ പഠിച്ച ഒരു വ്യക്തിയുടെ ഒരു വോയിസ് ആണ്. അവർ അള്ളാഹ് അല്ലാത്തവരെ ആരാധിക്കുന്നത്, അവരെന്തിനാണ് അവിടെ ബാക്കി വെക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫിത്ന, ഈ ശിർക്ക് ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക. അവരെ അള്ളാഹ് സുബ്ഹാനഹു വ തആലയുടെ ദീന് മാത്രം എന്താണ് മുകളിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ, അതല്ലാത്ത എന്താ പറയാ ഹിന്ദുയിസം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്ത് ഇസമാവട്ടെ, എന്ത് മതമാവട്ടെ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ലോകത്ത്. അത് ഇല്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്ക് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്നിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികളെ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്ടിട്ട് അവരെ എന്താണ് തീർക്കുക, അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക. എന്നിട്ട് എന്താണ് അവരെ ഗ്യാതറിങ്സിൽ അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ, തൃശ്ശൂർ പൂരമുണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്, എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെയൊക്കെ പോയിട്ട് എന്താണ് നിങ്ങളുടെ വണ്ടി ഉണ്ടെങ്കിൽ അവരെ മുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ദൗലത്തുൽ ഇസ്ലാമിലെ, നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെല്ലാ സ്ഥലത്തും നടക്കുന്നില്ലേ? ഇനി വെപ്പൺസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെഷീൻ ഗൺസ്, കലാഷിൻകോഫ്, ഇതേപോലെ എന്താണ് അല്ലെങ്കിൽ വെറും പിസ്റ്റോൾ അത് കിട്ടുന്നുണ്ടെങ്കിലോ, നിങ്ങൾ ഇപ്പൊ ലാസ് വെഗാസിൽ കുറച്ചു നാൾ മുമ്പ് നടന്നില്ലേ, നമ്മളൊരു സപ്പോർട്ടർ എന്താ ചെയ്തത്, ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ, റോക്ക് കോൺസേർട്ടിൽ ഷെയ്ത്താന്റെ എന്താണ് കൊട്ടാരത്തിൽ അവിടെ പോയിട്ട് എന്താണ് എത്ര ആൾക്കാരെ അവിടെ ഇല്ലാതാക്കി. അൽഹംദുലില്ലാ. അതുപോലെ വെപ്പൺസ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു എന്താണ് എന്തെങ്കിലും അവിടെ ചെയ്യും. അല്ലെങ്കിൽ എന്താ മിനിമം ഒരു റെയിൽ പാളെങ്കിൽ തെറ്റിക്കാൻ നോക്കുക, ഒരു ട്രെയിൻ എന്താണ് മറിഞ്ഞിട്ട് എന്താണ് കുഫാരികൾ ഇല്ലാതാവട്ടെ. അല്ലെങ്കിൽ എന്താണ് മിനിമം ഒരു കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരിക്കലും എന്താണ് നിങ്ങൾ എന്നിട്ട് വിചാരിക്കാൻ പാടില്ല നമ്മൾ ഇത് ചെയ്തിട്ട് നേരെ പോയി അറസ്റ്റ് ആവുന്നില്ല. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ട്രൈ ചെയ്യണം മാക്സിമം. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ ജിഹാദ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഹിജ്റ ചെയ്യാൻ ഇവരെ സമ്മതിക്കുന്നില്ല. നിങ്ങൾ അവിടെ എന്താണ് ഈ ഒരു സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തത് CNN, അതായത് നമ്മുടെ ഒരു ദേശീയ മാധ്യമമാണ്. സോറി, ടൈംസ് നൗ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പൊ ഈ ടൈംസ് നൗ എന്ന ദേശീയ മാധ്യമം ഈ റിപ്പോർട്ട് ചെയ്ത വാർത്ത നമ്മുടെ ഒരു മലയാളം വാർത്താ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
ഇതൊരു മലയാളിയായ വ്യക്തിയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്രൈസ്തവ, അതായത് ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്ന അതായത് ന്യൂനപക്ഷ അവകാശം കിട്ടിയിരിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ട ഒരു സ്ഥാപനമാണ്. അത്തരത്തില് ഒരു സ്ഥാപനത്തില് എഞ്ചിനീയറിംഗ് പഠിക്കുകയും അവിടുന്ന് പഠിച്ച് പാസ്സാവുകയും അതോടൊപ്പം തന്നെ ഒരു ക്രിസ്തീയ സ്ഥാപനത്തിൽ തന്നെ ഈ പഠിച്ച ഒരു പെൺകുട്ടിയായ ഒരു ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടിയെ മതം മാറ്റി മുസ്ലിം ആക്കി അവളെ നമ്മുടെ പീസ് ഇന്റർനാഷണൽ സ്കൂൾ, അതായത് MM അക്ബർ എന്ന് പറഞ്ഞ ഒരു തീവ്ര ഇസ്ലാമിക പണ്ഡിതനായ MM അക്ബർ, അദ്ദേഹമാണ് ഈ സ്നേഹസമ്മാനം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമൂടെ നമ്മുടെ കേരളത്തിലൊട്ടാകെ നടത്തുകയും ക്രൈസ്തവരുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന രീതിയിൽ ക്രിസ്തു ദൈവമല്ലെന്നും ക്രിസ്തു മതത്തിനെതിരെയൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ നയിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ സ്കൂളില് ഇവർ രണ്ടുപേരും ജോലി ചെയ്യുകയും ഇദ്ദേഹം അവിടെ ടീച്ചർമാരുടെ ട്രെയിനി ആയിട്ട് ഇവരെ ജോലി എടുത്തുകൊണ്ട് 21 പേരെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അമേരിക്കയുടെ ഡ്രോൺ ആക്രമണത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ക്രൈസ്തവ സ്ഥാപനത്തില്, നമ്മുടെ ഒരു ക്രിസ്തീയ ഒരു കോളേജില് പഠിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്നത്. അപ്പൊ അദ്ദേഹം ഈ സോണിയ സെബാസ്റ്റ്യൻ അല്ലെ, സോണിയ സെബാസ്റ്റ്യന്റെ ഭർത്താവ്, അദ്ദേഹത്തിന് ഭാര്യയായിട്ട് മാറിയ ആ ഒരു ക്രിസ്തീയ മതത്തിൽ നിന്നും കൺവേർട്ട് ആക്കി കൊണ്ടുവന്ന ആയിഷയ്ക്ക് മാറ്റിയ സ്ത്രീ. ഇപ്പം ഈ ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഇവര് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. നമ്മുടെ ഇന്നും ഈ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികളിലൊക്കെ വരുന്ന ആശയങ്ങളൊക്കെ എന്തുമാത്രം നമ്മുടെ സ്ഥാപനാധികാരികൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഇദ്ദേഹം പഠിച്ച സ്ഥാപനത്തിന്റെ അതിൽ വരുന്ന ഒരു പ്രദേശത്തെ സ്ഥാപനത്തിന്റെ അധികാരിയായിട്ടുള്ള മെത്രാൻ ഒരു ഉപദേശം സമൂഹത്തിന് കൊടുത്തപ്പം വലിയ കോളിളവാണ് ഇവിടെ ഉണ്ടായത്. അദ്ദേഹം മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു 6 വർഷം മുമ്പ് വന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. ഈ 6 വർഷം മുമ്പ് ഇദ്ദേഹം പറഞ്ഞ ഈ വോയിസ് ക്ലിപ്പിലെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഈ ഒരു മാഗസിനിലും അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കത്തിവെച്ച് കുത്തണമെന്നുള്ളതും പബ്ലിക് ഗ്യാതറിങ്സ്, ആൾ കൂടുന്ന അവസരങ്ങളിലൊക്കെ നിങ്ങൾ ആക്രമണം നടത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം പൊതുവായ ഇവരുടെ ഒരു നയ സമീപനമാണ്. അപ്പൊ ഈ ആഗോള തീവ്രവാദത്തിന്റെ ശൃംഖല ഇവിടെ കേരളത്തിലും എത്രമാത്രം വ്യാപിച്ച് കിടക്കുന്നു എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ തുറന്ന് ചിന്തിക്കേണ്ടതാണ്. ഇപ്പം ഇതിന്റെ എല്ലാം നമ്മൾ ഓർക്കും ഇത് അവിടെ നടക്കുന്നതല്ലേ, ഇവിടെ നടക്കുന്നതല്ലേ, അവര് ഇവര് തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. പക്ഷെ അതിന്റെയൊക്കെ കൃത്യവും വ്യക്തമായ ബന്ധങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്ലീപ്പർ സെല്ലുകളെ പറ്റി പറഞ്ഞു. തീർച്ചയായിട്ടും അത് ഈ നാട്ടിലും എല്ലാം തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കാര്യമാണെന്ന് ഇന്നും നമ്മുടെ പൊതുസമൂഹത്തിലെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അതിലൊക്കെ ഒരു ജാഗ്രത ഇന്നേ പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനകത്ത് ഒരു വസ്തുത കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ അമൽ. അതായത് ഈ സ്ലീപ്പർ സെല്ലുകൾ, നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കാൻ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന്, നമ്മൾ നേരത്തെ ഈ സ്ലീപ്പർ സെല്ലുകൾ എന്നൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സംഭവ വികാസങ്ങളുടെ ഒരു പാറ്റേൺ നാം പരിശോധിക്കുമ്പോൾ ഈ ലോകമെമ്പാടും, പ്രത്യേകിച്ച് പണ്ട് ഈ 2014 കാലഘട്ടത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിലൊക്കെ പോയി സ്വന്തം നാടുകളിലേക്കൊക്കെ തിരിച്ചു വന്ന ഈ അഭയാർത്ഥികളുടെ രൂപത്തിൽ അവരുടെ ഇടയിൽ നുഴഞ്ഞു കയറി തിരിച്ചു വന്നവരൊക്കെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു പ്രവണത, അത് വളരെയധികം ഒരു മാരകമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം തന്നെയായിരിക്കും കേരളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സൃഷ്ടിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായിട്ടും അങ്ങനെ സ്ലീപ്പർ സെല്ലിൽ നിന്ന് വളർന്നു വരുന്നവർ കുറെ പേര് ഇന്ന് മുന്നോട്ട് വരുന്നത് പേടിപ്പിക്കേണ്ടതാണ്. അപ്പം ഇത് തീർച്ചയായിട്ടും ഇതിനെതിരെ നമ്മുടെ ഭരണ സംവിധാനത്തിൽ നിന്ന് നടപടി എടുത്തില്ലെങ്കിൽ അത് വലിയ വിഷയം മാറും. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഈ പ്രവണതകളെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും സപ്പോർട്ട് ചെയ്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മുടെ ഈ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് അവിടെ OIC നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിൽ ഒരു മുദ്രാവാക്യം മുഴക്കുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യാം, നാളെ ഇങ്ങനെ ഒന്ന് ആവർത്തിക്കാതിരിക്കാനായിട്ട് ഇത് ശ്രദ്ധിക്കണം, ഇത് അത്രമാത്രം നമുക്ക് നീതിയുക്തമല്ല, അല്ലെങ്കിൽ ഇതിന് ജാഗ്രത പുലർത്തേണ്ടതാണെന്നൊരു സൂചനയിലും കൊടുക്കാനായിട്ടൊന്നും പ്രതിപക്ഷത്തിലുള്ളവരാരും തന്നെ മുതിരുന്നില്ല. അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രവണതകൾ ഇങ്ങനെ വർദ്ധിച്ച് വരുമ്പോഴാണ് നമ്മുടെ ഇവിടെ വർഗീയമായിട്ടുള്ള വേർതിരിവുകൾക്ക് കാരണമാകുന്നത്. അപ്പൊ ഈ വർഗീയമായ വേർതിരിവുകൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ, മാധ്യമങ്ങളാകട്ടെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് വളം വിടുന്ന ഒരു പ്രവണതയിലേക്കാണ് പോകുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ, പലപ്പോഴും ഈ ഇസ്ലാമിക തീവ്രവാദത്തെ പറ്റിയോ മറ്റൊക്കെ പറയുമ്പോൾ അതൊക്കെ വർഗീയതയാണെന്ന് പറഞ്ഞ് വരുന്ന മാധ്യമങ്ങൾ, പക്ഷേ
ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ മനഃപൂർവ്വം തമസ്കരിക്കുകയും നിശബ്ദമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമം പത്രം, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ സപ്പോർട്ട് പ്രവർത്തിക്കുന്ന മാധ്യമ പത്രത്തിലൊരു വാർത്ത കാണുകയുണ്ടായി. അത് വാർത്ത ഇതാണ്: നമ്മുടെ ഇപ്പോഴുള്ള നിയുക്ത രാജ്യസഭാ MP ആയിട്ടുള്ള ഹാരിസ് ബീരാൻ നമ്മുടെ മദനിയെ പോയി കാണുന്നതായിട്ടൊരു വാർത്തയാണ് അവിടെ. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും ഈ മദനിയുടെ കേസ് നടത്തുന്നതൊക്കെ ഈ ഹാരിസ് ബീരാനാണ്. ഹാരിസ് ബീരാനും അദ്ദേഹത്തിന്റെ പിതാവായ VK ബീരാനും കൂടെയൊക്കെയാണ് കേസ് നടത്തിയത്. ഈ VK ബീരാന്റെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ് ഹാരിസ് ബീരാൻ നമ്മുടെ 80:20 വിഷയത്തില് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് വാദിക്കുന്നത്. അപ്പം ഈ മാത്രമല്ല, ഈ ഒരു കോയമ്പത്തൂർ സ്ഫോടന കേസ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് വാർത്ത നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുമാത്രം ദാരുണമായ സംഭവങ്ങളാണ് അന്ന് നടന്നെന്നുള്ളതും. അന്ന് LK അദ്വാനിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിവിധ ഇടങ്ങളിൽ, ഏകദേശം 5ലധികം ഇടങ്ങളിൽ അവിടെ ബോംബ് സ്ഫോടനം നടക്കുകയാണൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയിലൊക്കെ അന്ന് ബോംബ് സ്ഫോടനം നടക്കുകയും ധാരാളം ഹിന്ദുക്കൾ മരിക്കുന്നതൊക്കെ ആയിട്ടാണ് വാർത്തയെ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭീകരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതും ആ നടന്നവരുമായിട്ട് ബന്ധമുള്ളവരുമായിട്ടും ഒരു മുസ്ലിം ലീഗ് പോലെ UDF നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഘടകകക്ഷിക്ക് എവിടെയൊക്കെയോ ബന്ധങ്ങൾ പുലർത്തുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുള്ളതാണ് നമുക്ക് ഈ സൂചനകളിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ മതേതര മുഖം മൂടി മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഊരി എറിഞ്ഞുകൊണ്ട് ഒരു മതത്തിന്റെ മുഖം ചാർത്തിക്കൊണ്ട് തന്നെ പ്രവൃത്തിയിലേക്കും കടക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വരുന്നു. അതോടൊപ്പം തന്നെ അതിന് കൃത്യമായ രീതിയിൽ നിശബ്ദത പാലിക്കുന്ന അനുയായികൾ അവിടെ ഉത്ഭവിക്കുന്നുള്ളത് നമ്മള് ഭീതിജനകമായിട്ട് തന്നെ കാണേണ്ടതായിട്ട് ഒരു വസ്തുതയായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും കൃത്യമായും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട് രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ അനുയായികളും അണികളും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങളും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വർഗീയ വേർതിരിവിനെ എല്ലാം കോപ്പ് കൂട്ടുന്നത് ഇത്തരത്തിലുള്ള പ്രവണതകളിലൂടെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ചെയ്യേണ്ട സ്ഥാനത്തിനെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും വരും നാളുകളിൽ കേരളത്തിന് വലിയ വിപത്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, അങ്ങനെയുള്ള രണ്ടാമത്തെ ചോദ്യം ഡോക്ടർ ചാക്കോ കാലാമറമ്പിൽ, ഈ വാർത്തകൾ, അതായത് ഈ റഷ്യയിലെ ഈ വൈദികനെ കഴുത്തറുത്ത് കൊന്ന വാർത്ത, അതൊരു പള്ളിക്കുള്ളിൽ വെച്ച് കഴുത്തറുത്ത് കൊന്ന ഒരു വാർത്ത, ഒപ്പം തന്നെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഈ ഖുറൈസാന്റെ ഒരു മാഗസിനുമായിട്ട് ബന്ധപ്പെട്ട് അത് ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഈ റഷ്യയിൽ നടന്ന ഒരു ഭീകരാക്രമണം, അതിന്റെ പിറ്റേ ദിവസം നാം മാധ്യമങ്ങളിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഒരു മൈക്രോസ്കോപ്പ് തന്നെ വെച്ച് നോക്കണം ഈ വാർത്ത എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ. അതേസമയം സമാനമായിട്ടുള്ള രീതിയിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ഗാസയിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ വലിയ വൈകാരികതയോടെ ഇവർ അവതരിപ്പിക്കുന്നു. പക്ഷെ ഇത്തരം വാർത്തകൾ, ഇപ്പൊ നൈജീരിയ ആയിക്കോട്ടെ, ഇപ്പം ഈ റഷ്യയിലെ കേസ് മാത്രമല്ല, ഈ നൈജീരിയയിലായിക്കോട്ടെ, ഈ അടുത്ത ദിവസം നടന്ന, നേരത്തെ ഈ ഓൾ ഐസ് ഓൺ റാഫ എന്നുള്ളൊരു ക്യാമ്പയിനൊക്കെ നാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ 80ഓളം ക്രൈസ്തവർ ഈ കഴിഞ്ഞ ദിവസം കോങ്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദികളാൽ കൊല ചെയ്യപ്പെട്ടു. അതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ ഒന്നും വാർത്തയായതായി നാം കാണുന്നു. ഇത് എവിടേക്കാണ് ഈ ഒരു പോക്ക്? അതായത് സത്യം അറിയിക്കേണ്ടത് ഒരു മാധ്യമത്തിന്റെ ഒരു ധർമ്മമാണ്. അത് ഏത് തരത്തിലുള്ള സത്യമായിക്കോട്ടെ. പക്ഷേ ചില സത്യങ്ങൾ അല്ലെങ്കിൽ ചില അർത്ഥസത്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒരു നുണയുടെയൊക്കെ ഒരു മേമ്പൊടി ചേർത്ത് അവതരിപ്പിക്കുന്ന പ്രവണത, അത് എത്രത്തോളം ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്താണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. അതായത് ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു പൗരന് അല്ലെങ്കിൽ ഒരു വാർത്ത കേൾക്കുന്നവന്, പ്രേക്ഷകന് അത് അറിയാനുള്ള ഒരു അവകാശത്തെയല്ലേ ഈ കൂട്ടർ ഹനിക്കുന്നത്? ഡോക്ടർ ചാക്കോ കാലാമറമ്പിൽ. തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ ചെറുതല്ലാത്ത ഒരു പങ്ക് പല മാധ്യമങ്ങൾക്കുമുണ്ട്. കാരണം സത്യം പറയണമെന്നേ ഉള്ളൂ, പറയുന്നതെല്ലാം അല്ലെങ്കിൽ സത്യം മുഴുവൻ പറയണമെന്നില്ല എന്നൊരു ചിന്താഗതിയിലാണ് വാർത്താ ഇപ്പൊ പോകുന്നത്. പലപ്പോഴും സത്യം മുഴുവൻ പറയണമെന്നില്ല എന്നുള്ളത്. അപ്പൊ അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് സത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുക, ബയാസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് നൽകുക, അതുപോലെ തന്നെ പറയേണ്ട കാര്യങ്ങൾ നീതിപൂർവവും നിഷ്പക്ഷവുമായി അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെടുക, അതുപോലെ തന്നെ ചില താല്പര്യങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ അതിൽ കൂട്ടുനിൽക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് തോന്നിയാൽ സംശയിക്കാൻ, കുറ്റം പറയാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ ചെയ്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. കാരണം ലോകമെമ്പാടും ഈ അക്രമത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങളും മുഖവിലക്കെടുത്തുകൊണ്ട് യുവജനങ്ങളും ടീനേജേഴ്സും ഇത്തരം അക്രമങ്ങൾ ചെയ്യുമ്പോൾ, അതാണ് നമ്മൾ ആസ്ട്രേലിയയിൽ കാണുന്നത്. മാറി ഇമ്മാനുവലിന്റെ ബിഷപ്പിന്റെ കഴുത്തിൽ കത്തിവെച്ച്
കത്തി കുത്തി ഇറക്കി കൊല്ലുന്നതൊക്കെ ആരാണെന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കൊലപാതകത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആരാണെന്ന് നോക്കിയാൽ മതി. ടീനേജേഴ്സും യൂത്തുമാണ്. അതെ. അപ്പൊ ഇത്തരം യുവജനങ്ങളെ ലോകക്രമത്തിൽ ഇതുപോലെ ചെയ്യുമ്പോൾ ഈ യുവജനങ്ങളാണ് നമ്മുടെ ലോകത്തിന്റെ ഭാവി എന്ന് തിരിച്ചറിയാൻ, ഈ ടീനേജേഴ്സ് ആണ് അടുത്ത ലോകക്രമം കൊണ്ടുപോകേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ശക്തമായിട്ട് എതിർക്കാൻ തയ്യാറാകാതെ മാധ്യമങ്ങൾ ബയാസ്ഡായി പെരുമാറുന്ന ഒരു സംവിധാനം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ വളരെ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുക. അവർക്ക് ഇഷ്ടമുള്ളതും അവർക്ക് താല്പര്യമുള്ളതും അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഗ്രൂപ്പുകളുടേതും പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുക. അതേ സമയത്ത് മറ്റുള്ളതൊക്കെ തമസ്കരിക്കുക എന്ന് പറഞ്ഞ ഒരു നടപടിക്രമം മാധ്യമങ്ങൾ ഉണ്ടാകുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. നമ്മള് എല്ലാ മാധ്യമങ്ങളെയും അടക്കി കുറ്റം പറയണ്ട, മറിച്ച് അങ്ങനെ ചെയ്യുന്ന നല്ലൊരു ശതമാനം മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളുണ്ട് എന്നുള്ളത് മാധ്യമ മേഖലയെ സംബന്ധിച്ച് സംഭവിച്ചിരിക്കുന്ന വലിയൊരു ദുരന്തമാണ്, ഒരു അപജയമാണെന്ന് പറയാതിരിക്കുന്നത്. ഓക്കെ, വളരെ വ്യക്തമാണ്. വളരെ നന്ദി ഡോക്ടർ ചാക്കോ കളമറമ്പിൽ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഫാദർ സ്കോട്ട് സ്ലിബി, അമൽ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അമൽ പറയുകയുണ്ടായി, പറയുന്ന പാലാ ബിഷപ്പ് ഈ നാർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. 2021 സെപ്റ്റംബർ മാസം 8-ാം തീയതി പാലാ കുറവിലങ്ങാട് ദേവാലയത്തിൽ വെച്ച്. അപ്പോൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ ഇവിടെ മാധ്യമങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളൊക്കെ മത്സരിച്ചു. ആരും തന്നെ അതിൻ്റെ ഒരു മെറിറ്റിലേക്ക്, അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊരു കാര്യത്തിലേക്ക് ആരും തന്നെ ചർച്ച നടത്തിയില്ല. പക്ഷേ 3 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പിടിയിലാകുന്നവരുടെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ സ്വഭാവം, അവർ ഏത് വിഭാഗങ്ങളിൽ നിന്ന് വരുന്നു എന്നത് നാം പരിശോധിക്കുമ്പോൾ അദ്ദേഹം അന്ന് നൽകിയത് ഒരു പ്രവാചക ശബ്ദം തന്നെയായിരുന്നു എന്ന് ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾക്കും തിരസ്കരിക്കാൻ സാധിക്കുകയില്ല. അത്തരത്തിൽ സമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ സ്ലീപ്പർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കൊറൈസിന്റെ മാരകമായിട്ടുള്ള ആഹ്വാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലോകമെമ്പാടും ഇസ്ലാമിക ഭീകരവാദം ഉയർത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നവർ വളരെയധികം ചുരുക്കമാണ്. അങ്ങനെ ചർച്ച ചെയ്യുന്നവർ, അതിനെതിരെ ശബ്ദം ഉയർത്തുന്നവർ അവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുന്നു. ആ ഒരു പ്രവണത വളരെയധികം അപകടകരമല്ലേ? ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഭയപ്പെടുത്തി നിശബ്ദരാക്കാം, പക്ഷേ ഒരു 2 വർഷങ്ങൾക്ക് ഇപ്പുറം അല്ലെങ്കിൽ 1 വർഷത്തിനിപ്പുറം, ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം അത് ഈ കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ ഭയപ്പെടുത്തുക എന്ന് പറയുന്നത് ഇവരുടെ ലക്ഷ്യം സാധിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം തന്നെയല്ലേ ഫാദർ സ്കോട്ട് സ്ലീബ? തീർച്ചയായിട്ടും ഞാൻ ഈ പാലാ പിതാവ് പറഞ്ഞു വെച്ചതിന്റെ ബാക്കിയായിട്ട് തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ പറയുന്നവരുടെ നേരെ പേടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ സകല മാധ്യമങ്ങളും തയ്യാറായി. എന്തുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളോ നിഷ്പക്ഷമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് തയ്യാറായിട്ടില്ല? ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ ഒരിക്കൽ പറയുകയുണ്ടല്ലോ, ഇവിടെ ലവ് ജിഹാദിനെ കുറിച്ച് നടക്കുന്നുണ്ടെന്ന്. യോഗി ആദിത്യനാഥ് ഈ വിഷയത്തെ കുറിച്ചും സംസാരിച്ചു. എന്തുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ഇവർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കുവാനോ ഇതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാനോ തയ്യാറാകുന്നില്ല? പക്ഷേ പകരം ഇത് പറയുന്ന ആളുകളുടെ നിശബ്ദമാക്കുക എന്ന് പറയുമ്പോൾ പേടിപ്പിച്ച് തങ്ങളുടെ വശത്താക്കിക്കൊണ്ട് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളവർ പറയുന്നത് പോലെ തന്നെ, പേടിപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പറയുന്നവരെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ നിൽക്കുന്നവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും വായടയ്ക്കും എന്നുള്ളൊരു ധാരണയോടുകൂടിയാണ് ഇവർ ചെയ്യുന്നത്. ഈ പറയുന്ന ആളുകളെ സൈബർ സെല്ലുകളിലൂടെ, മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സൈബർ തെരുവോരങ്ങളിൽ വലിച്ചു ചീന്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ ഇത് കാണുന്ന ആളുകൾ ഞങ്ങൾ എന്തിനാ വെറുതെ ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നത് എന്നുള്ള ചിന്തയോടുകൂടെ ഭയപ്പെടുത്തി മാറ്റി നിർത്താനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ ഇങ്ങനെ ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ ഒരു തലമുറ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു വിഷയവുമില്ല. അടുത്തൊരു തലമുറയിലേക്ക് ഇത്തരം കാര്യങ്ങൾ, കഞ്ചാവ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റു മയക്കുമരുന്നുകളായിക്കൊള്ളട്ടെ, തങ്ങളുടെ യുവജന ശേഷിയെ നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിലേക്ക് അത് ഒരു സമുദായത്തിന്റെ ആയിക്കോട്ടെ, ഒരു സമൂഹത്തിന്റെ ആയിക്കൊള്ളട്ടെ, ഇത്തരം കാര്യങ്ങളെ മതത്തിന്റെ വേർതിരിവുകൾക്ക് അപ്പുറത്ത് കാണ്. ഇത് നാളെയുടെ ഒരു ആവശ്യമാണ്. ലഹരി മുക്തമാകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ നാളത്തെ തലമുറയെ നിലനിർത്തേണ്ട കാര്യമാണെന്നുള്ള രീതിയിലേക്ക് ഇവിടുത്തെ ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ആളുകളുടെ പേരിൽ പോലും മതത്തിന്റെ പേരിൽ ചിന്തിച്ചുകൊണ്ട്, മതാത്മകമായി അതിനെ മാറ്റിക്കൊണ്ട്, എന്റെ വീട്ടിലിരുന്ന് എന്റെ മക്കളോടോ എന്റെ ഭാര്യയോടോ പറയുന്ന അതേ മനോഭാവത്തോടെ ഒരു പുരോഹിതൻ, ഒരു വൈദിക മേലധ്യക്ഷൻ തന്റെ ഇടവകയിലെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കടപ്പെട്ടവനാണ്. അതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ വലിയ ഭീകരവാദ, രാജ്യദ്രോഹ കുറ്റമായിട്ട് കണ്ടുകൊണ്ട് ഇത്തരം ആളുകൾ ചിത്രീകരിക്കപ്പെടുമ്പോൾ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, തങ്ങളുടെ നേരെ ആരും ശബ്ദിക്കാനായിട്ട് പാടില്ല.
തങ്ങൾക്ക് നേരെ വന്നാൽ പണ്ട് ജോസഫ് സാറിന്റെ കൈ വെട്ടിയതുപോലെ ഇനി തല വെട്ടിക്കളയും മൂക്ക് ചെത്തിക്കളയും എന്നൊക്കെ പേടിപ്പിക്കുന്ന രീതിയിലേക്കും ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെതിരെ ചെറുത്തു നിൽക്കാൻ ഇവിടെ ഒരു തലമുറ ഉയർത്തെണീറ്റുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുന്ന പ്രതികരിക്കുന്ന തലമുറ പ്രതികരിക്കാനായിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഷെക്കിന പോലെയുള്ള ചാനലുകളുടെ വാർത്തകളും ഷെക്കിനായുടെ ഇത്തരം ഡിസ്കഷനുകളൊക്കെ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പലയിടത്തും ഇത്തരം കമന്റുകളുടെ ഭാഗമായിട്ട് ഷെക്കിനയുടെ പല ചർച്ചകളിലെയും പല ഷോർട്സിന്റെ ഒക്കെ ലിങ്കുകൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ ഭയം വെടിഞ്ഞു കഴിഞ്ഞു ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട്. ഇനിയും തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റിക്കൊടുക്കുന്ന ആളുകളെ കണ്ടെത്തി ഇസ്ലാമിക സമൂഹവും അത്തരത്തിൽ അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണ് ഈ സമുദായത്തിന് നല്ലത് എന്നാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. തങ്ങളുടെ സമുദായത്തിന്റെ പേരിലും തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിലും ഇത്തരം ലോകത്തിന്റെ മുമ്പിൽ ഭീകരവാദവുമായിട്ട് കടന്നു വരുന്നവരെ മനഃപൂർവ്വം മാറ്റി നിർത്തുവാനായിട്ട് കഴിയണം. അല്ല, മറിച്ചാണ് ചേർത്ത് പിടിക്കാനാണ് ഇവരുടെയൊക്കെ ശ്രമമെങ്കിൽ ലോകത്തിൽ തിരിച്ചടികൾ ഉണ്ടാകും. അത് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്ന് ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ടെങ്കിൽ നാളെ ജർമ്മനിയിൽ ആവർത്തിക്കാം, നാളെ UK ആവർത്തിക്കാം, ഇന്ന് ഇന്ത്യയിൽ ആവർത്തിക്കാം. ഒറ്റ രാത്രി കൊണ്ടല്ല ഈ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ കൊണ്ടുപോയത്. മാസങ്ങളും ചർച്ചകൾക്ക് ഒടുവിലാണ് അവരെ കൂട്ടിക്കൊണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ചടികൾ ഇവർക്കുണ്ടാകും. അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഒരു ആശയത്തിന്റെ പേരിൽ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ. പേടിപ്പിക്കുന്നവര് വായടച്ചിരിക്കും, അല്ലെങ്കിൽ അവർ പിന്മാറും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അവർ പറയുക തന്നെ ചെയ്യും. അതിന് ഏതറ്റം വരെയും ഇവിടുത്തെ പ്രതികരിക്കുന്ന സമൂഹം പോകും എന്നതിന് യാതൊരു സംശയമില്ല. ഓക്കെ, അവസാനമായി അമൽ ശ്രീഖ്, നമ്മൾ ഈ ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നവരെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത അത് രണ്ട് കോണുകളിൽ നിന്നും വരുന്നുണ്ട്. ഒന്ന്, ഈ പ്രീണനം തൊഴിലാക്കിയ മാധ്യമങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും അവരെ ഇനി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത് അവരുടെ വിധിക്കപ്പെട്ട തൊഴിലാണ്, അല്ലെങ്കിൽ എന്നെ തല്ലണ്ടമാവാൻ ഞാൻ നന്നാവില്ല എന്ന മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്ന കൂട്ടർ. പക്ഷേ മറു സൈഡിൽ നാം ചർച്ച ചെയ്യേണ്ട ഒരു കൂട്ടരുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ഇത്തരം ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ആശങ്കകൾ ഉയരുമ്പോൾ അയ്യോ മതേതരത്വം തകരുന്നേ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞങ്ങളെ പഠിപ്പിച്ച, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിന്റെ സ്വരമുണ്ടാക്കുന്ന ചില ശക്തികൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു. അപ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സംഘടിതമായി ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ശബ്ദം ഉയരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ശബ്ദത്തിന്റെ ഒരു തോത് അടിച്ചമർത്തപ്പെടാൻ അത് കാരണമാകും. നമുക്കറിയാം, കുപ്രസിദ്ധമായ ക്രിസംഗി പ്രയോഗം പോലും വന്നത് ക്രൈസ്തവ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഭിന്നിപ്പിന്റെ ഈ ഒരു സ്വരം ഉണ്ടാക്കുന്നവർ അറിഞ്ഞോ അറിയാതെയോ ഈ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഒരു ഏജന്റുകളായി പ്രവർത്തിക്കുകയാണോ? അങ്ങനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ അമൽ ശ്രീഖ്? അതായത് അവർ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ ഒക്കെയായി അങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം ഈ റഷ്യയിലെ ഒരു വൈദികന്റെ കഴുത്തറുത്ത വിഷയം, ഈ വൈദികന്റെ കഴുത്തറുത്ത വിഷയത്തില് അപലപിച്ചതായിട്ട് ഏതെങ്കിലും സഭയുടെ സംഘടനകളുടെ ഫേസ്ബുക്ക് പേജിലോ അവരുടെ ഏതെങ്കിലും ഒരു പത്ര റിപ്പോർട്ടോ, അല്ലെങ്കിൽ അവര് ഇതുപോലെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ കൊന്നവരോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലും എന്തെങ്കിലും ഒരു പരിപാടി നടത്തിയതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റർ ഒന്നും തന്നെ നമ്മളെങ്കിലും കണ്ടില്ല. അതേസമയം ഇപ്പൊ ഗാസയിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാലോ ഒക്കെ ചിലപ്പോൾ ഇതുപോലെയുള്ള പോസ്റ്ററുകളൊക്കെ നമുക്ക് കാണാം, പ്രശ്നങ്ങൾ കാണാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു പ്രമുഖ മാധ്യമത്തിന്റെ ഒരു ഒരു സാമൂഹിക സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിന്റെ അകത്ത് അവിടെ ഗാസയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഗാസയിലെ കുരുന്നുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തിരി കത്തിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു. അതേസമയം നൈജീരിയയിലോ കോങ്കോയിലോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആരും തന്നെ തിരികെത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇത് നമ്മുടെ സഭാ സംഘടനകളിലേക്ക് വരുവാണ്, ഇതിലും സമാനമായ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സഭാ സംഘടനകളിൽ ക്രിസ്ത്യാനി കൊല്ലപ്പെടുമ്പം അതിന് അപ്പുറത്തുള്ളവൻ ആരാന്ന് നോക്കുക. അപ്പുറത്തുള്ള ഇസ്ലാമിക തീവ്രവാദിയാണെങ്കിൽ ഇവിടെ നിശബ്ദമായി. അതേസമയം നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റും, ഒരു ഇസ്ലാമിക തീവ്രവാദി അല്ലെങ്കിൽ ചിലപ്പം അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ലേഖനമോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ ഒക്കെ നമുക്ക് പ്രത്യക്ഷപ്പെടാൻ കാണാം. അപ്പൊ ഇങ്ങനത്തിലുള്ള ഒരു നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് പലപ്പോഴും ഇവിടുത്തെ മനോഭാവം. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ നമ്മുടെ സഭാ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ സഭയുടെ സംഘടനാ നേതൃത്വത്തിലേക്ക് വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ സർവീസ് മൈൻഡിലാണ് വരുന്നത്. അതായത് സൗജന്യ സേവനമാണല്ലോ നടത്തുന്നത്. പ്രത്യേകിച്ച് ശമ്പളത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓണറേറിയം ഒന്നും ലഭിക്കുന്നവരല്ല. സൗജന്യ സേവനം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വകയുള്ളവനും സാമ്പത്തികമായി സ്ഥിരതയുള്ളവനൊക്കെ തന്നെയാണ് ഇവരുടെ നേതൃത്വത്തിലേക്ക് വരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള പാവപ്പെട്ട ക്രൈസ്തവന്റെ വേദനയോ അല്ലെങ്കിൽ വിഷമങ്ങളോ ഒന്നും അത്രമാത്രം വലിയ പ്രശ്നങ്ങളുള്ള ഒന്നുമല്ല. പരിപാടികൾ സംഘടിപ്പിക്കണം, പ്രഹസനങ്ങൾ നടത്തണം എന്ന് പ്രധാനമായിട്ട് ലക്ഷ്യങ്ങൾ വഴിമാറി പോവുകയാണ് അവിടെ പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ വിഷമോ അല്ലെങ്കിൽ ക്രൈസ്തവന്റെ വിഷമോ അല്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പാവപ്പെട്ടവന്റെ വിഷമോ ഒന്നും തന്നെ അത്രമാത്രം വിഷയങ്ങളായിട്ട് പലപ്പോഴും ഇവരുടെ മുമ്പിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ എന്തിനാ ഈ വേണ്ടാത്ത കാര്യങ്ങൾ കയറി പിടിക്കുന്ന എന്ന രീതിയിലേക്കുള്ള ചിന്തകളിലേക്കാണ് അവർ പോകുന്നത്. അപ്പൊ പ്രതിബദ്ധത എന്ന് പറയുന്നത് സംഘടനയിലേക്ക് മാത്രവും അവരിലേക്ക് മാത്രവും ചുരുങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും സഭാ സംവിധാനത്തിന്റെ സംഘടനകളിലേക്ക് പലപ്പോഴും മുന്നോട്ടുള്ള പോക്ക് പോകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മാറിയില്ലെങ്കിൽ ഇവിടെ വലിയൊരു വിഷയത്തിലേക്ക് മാറും. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ആകെയുള്ള ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭാ സംഘടനകളാണ്. ആ സഭാ സംഘടനകള് ഇവർക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ വേറെ ആരും ഇല്ല ഇവിടെ. ഇവിടുത്തെ പ്രമുഖമായ മാധ്യമങ്ങൾ സംസാരിക്കുന്നില്ല, രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നില്ല. ഇവരുടേതായി നിലനിൽക്കേണ്ട സംഘടനകൾ പോലും ശബ്ദിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അരക്ഷിതാവസ്ഥയും ഭയവും ഈ സമൂഹത്തിൽ കൂടും. അങ്ങനെ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ പലപ്പോഴും ചിലപ്പോൾ സഭയ്ക്കെതിരെയാകാം, സഭാ സംഘടനകൾക്കെതിരെയാകാം, അത് പിന്നെ വൈദികർക്കെതിരെയാകാം, മെത്രന്മാർക്കെതിരെയാകാം. പിന്നെ അത് സഭയെ തന്നെ ശിഥിലമാക്കുന്ന രീതിയിലേക്ക് തന്നെ ചിലപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറാനും അതിനകത്തൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരിക്കേണ്ട സമയത്ത് തന്നെ സംസാരിക്കുന്ന രീതിയിലേക്ക് സംഘടനകൾ മാറണം. അവിടെ നമ്മൾ ഇങ്ങനെ ഭയം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇന്ന ശബ്ദം നാളെ ഇല്ല. അപ്പൊ ആ ഒരു തിരിച്ചറിവെങ്കിലും ഉണ്ടാകണം. ഞാനല്ലെങ്കിൽ വേറെ ആരും സഭയ്ക്ക് വേണ്ടി സംസാരിക്കാനുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് സംഘടനാ നേതൃത്വം മാറിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ ഫലപ്രദമായ രീതിയിലേക്ക് തീവ്രവാദത്തെയും ഇതുപോലുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ നിശബ്ദതയിലൂടെ തന്നെ ഇവിടെയുള്ള തീവ്രവാദവും എല്ലാം തന്നെ കൊടുക്കും. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകരവാദ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്രൈസ്തവൻ കൊല്ലപ്പെടാന്ന് വിചാരിച്ചു. ആ ക്രൈസ്തവൻ കൊല്ലപ്പെടുമ്പം ആ ക്രൈസ്തവനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇതിന് വേദന അർപ്പിക്കാനോ ആരും മുന്നോട്ട് വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിന് മുമ്പിൽ തീവ്രവാദ മനോഭാവമുള്ള ആൾക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ അർഹിച്ചവനാണ്. അവൻ അർഹിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് അവൻ കൊല്ലപ്പെട്ടത്, അവനവിടെ കൊല്ലപ്പെടേണ്ടതായിരുന്നു എന്ന രീതിയിലേക്കുള്ള മാനദണ്ഡം വെക്കുകയും അവന്റെ സമൂഹത്തിൽ ആർക്കും ഇതിനകത്ത് വിഷമവും ഇല്ലല്ലോ, അതിനർത്ഥം അതിനകത്ത് ഈ കൊന്നവന്റെ കാര്യത്തിലാണ് ന്യായീകരണം ഉള്ളത് എന്ന രീതിയിലേക്ക് അവിടെ പറഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്ക് ഇത് കാലം മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ സഭാ സംഘടനകളിൽ ആ ഭയം മറന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനകത്തേക്ക് കുറച്ചെങ്കിലും മാറ്റം സഭാ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകത്തുള്ളൂ. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർക്കെല്ലാം രാഷ്ട്രീയ നേട്ടങ്ങൾ ആണ് പ്രമുഖമായ വിഷയം. അവിടെ ഒരു വിശ്വാസിയോ മതമോ ഒക്കെ സെക്കൻഡറി എന്ന രീതിയിലേക്കാണ്. അങ്ങനെ ഒരു വോട്ടിംഗ് സംവിധാനത്തിലേക്ക് മാത്രം ക്രിസ്ത്യാനികൾ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനിയുടെ വിഷമങ്ങളോ വിഷയങ്ങളോ ഇവിടെ പ്രാമുഖ്യം കൊടുക്കാതെ ക്രിസ്ത്യാനിയെ വോട്ടിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും രാഷ്ട്രീയ സംഘടനാ സംവിധാനങ്ങൾ കാണുമ്പോൾ അത് തിരിച്ചറിയാതെ പോകുന്ന ഒരു സംവിധാനമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു സമൂഹമായിട്ട് ഇവിടെ ക്രിസ്ത്യാനികൾ മാറിപ്പെടുന്നുണ്ടെന്നുള്ളതും വേദനാജനകമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനത്തിന് മാറ്റം വന്നേ പറ്റൂ. ആ മാറ്റം വരേണ്ടത് ഓരോ വിശ്വാസിയിലൂടെയാണ്. ആ വിശ്വാസികൾ തീർച്ചയായിട്ടും സംഘടനാ നേതൃത്വ ആൾക്കാരെ ചോദ്യം ചെയ്യണം. എന്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാത്തത്? ഇവിടെ ഒരു വൈദികൻ കഴുത്തറക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇവിടെ ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇവിടെ ക്രിസ്ത്യാനികൾ പല രാജ്യങ്ങളും കൊല്ലപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനകത്തൊരു അനുശോചനം രേഖപ്പെടുത്താത്തതെന്ന് ഇവിടെയുള്ള വിശ്വാസികളെ ചോദിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ന് ഉള്ള ഈ പ്രവണതയ്ക്ക് അല്പമെങ്കിലും മാറ്റം വരാനായിട്ടും സാധ്യതയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെ വ്യക്തമാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടും ഇവിടുത്തെ മാധ്യമങ്ങളോടും പറയാനുള്ളത് ഇതാണ്: അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഇനിയും പ്രീണനവുമായി മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങൾ ഈ തലമുറയോട്, ക്രൈസ്തവരും ഹൈന്ദവരും നല്ലവരായിട്ടുള്ള മുസ്ലിം മതവിശ്വാസികളും അടങ്ങുന്ന തലമുറയോട് ചെയ്യുന്ന ഒരു വഞ്ചന തന്നെയായിരിക്കും. ഇസ്ലാമിക ഭീകരവാദം ഉയർത്തുന്ന ആ ഒരു ഭീഷണി അത് കൃത്യമായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതിനെപ്പറ്റി ഒരു ജാഗ്രത നിർദ്ദേശം കൊടുക്കുവാനും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും സാധിക്കട്ടെ. ഒപ്പം തന്നെ ഈ കപട മതേതരത്വവുമായി പ്രീണനവുമായി നടക്കുന്നവരെ ഒറ്റപ്പെടുത്തുവാനുള്ള ആർജവത്വവും ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ശ്രീ അമൽ ശ്രീയക്, ഫാദർ സ്കോട്ട് സ്ലീബ, 3 പേർക്കും നന്ദി.